നമ്മളിപ്പോൾ എത്രത്തോളം മാറിപ്പോയിരിക്കുന്നു. നമ്മൾ നമ്മുടേതായ ആ സംസ്കാരത്തിൽ നിന്നൊക്കെ എത്ര എത്ര മാറി. ഒരു ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ പിറന്നാളുകൾ എത്ര മാറിയിരിക്കുന്നു. എൻ്റെ എന്നും നല്ല ഓർമ്മയിൽ കിടക്കുന്ന ഒരു ഓർമ്മയാണ് എൻ്റെ പിറന്നാളുകൾ കുട്ടിക്കാലത്ത്. ഇന്നിപ്പോൾ പിറന്നാളിന് ഒരു പ്രസക്തിയില്ല, അന്ന് അതൊന്നും ആഘോഷിക്കുന്നേ ഇല്ല. എന്നാലും ആ കുട്ടിക്കാലത്തുള്ള പിറന്നാളുണ്ടല്ലോ, അത് ഇന്നും മനസ്സിൽ മായാതെ കിടക്കണം. കാരണം അന്ന് എൻ്റെ മുത്തശ്ശി ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ മുത്തശ്ശി രാവിലെ തന്നെ പിറന്നാളാണെങ്കിൽ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുന്ന് പ്രാർത്ഥിച്ച് അർച്ചനയ്ക്കും ഇതിനൊക്കെ കൊടുത്ത് അതിന് ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുതിയ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു സദ്യ. സദ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ആദ്യം ഈശ്വരന് വിളക്ക് കൊളുത്തി അവിടെ വിളമ്പി ഒരു നാക്കിലയിൽ വിളമ്പി ആ വിളക്ക് കെടാതെ കാത്തിരിക്കും. കാറ്റത്തൊക്കെ എന്നത്തെ മാതിരിയല്ല. കാറ്റൊക്കെ കാരണം എന്തെങ്കിലും കാരണവശാൽ വിളക്ക് കെട്ടുപോയാൽ വല്ലാത്ത അസ്വസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് ആ വിളക്കൊക്കെ കൊളുത്തി അവിടെ വെച്ച് പിന്നെ നമുക്കും ഒരു നാക്കിലയിലാണ് എനിക്കും തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ വേറെ ആർക്കും അതിന് മുമ്പ് കൊടുക്കില്ല കേട്ടോ ആഹാരം. ആദ്യം പിറന്നാളുകാരന് അങ്ങനെ ആഹാരമൊക്കെ തന്ന് ആ ആഹാരം കഴിച്ച് ആ നാക്കിലുണ്ടല്ലോ അത് കൊണ്ടുപോയി കളയാൻ സമ്മതിക്കില്ല. മുത്തശ്ശി വന്നെടുത്ത് ആ നാക്കില കൊണ്ടുപോയി കഴുകി വയ്ക്കും. നായ നക്കരുത് എന്നൊക്കെയാണ് പറയുക. കഴുകി അവിടെ എടുത്ത് വയ്ക്കും. അങ്ങനെ ഒരു പിറന്നാൾ. ഇന്നത്തെ പിറന്നാൾ എന്താ? ഇന്നത്തെ പിറന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് മുറിക്കുക, നോൺ വെജിറ്റേറിയൻ, ഹാപ്പി ബർത്ത്ഡേ പാടുക. അന്ന് ഇതൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര മാറി. നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾ. ഇന്ന് നാളെ ആർക്കും അറിയില്ല. മലയാള മാസം ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല, നാളുകൾ അറിയില്ല. അവർക്കറിയും ഇംഗ്ലീഷ് മാസത്തിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേ അറിയുള്ളൂ. നാളെ അറിയില്ല, ഡേറ്റ് ഓഫ് ബർത്താണ് ഇപ്പോൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, എത്ര നമ്മൾ മാറിപ്പോയി അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മളായി എല്ലാ കാര്യങ്ങളിലും. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മാറിപ്പോയി. നമ്മൾ മാറാൻ പാടില്ലായിരുന്നു. ഇന്ന് നമ്മൾ വരെ മാറി. നമ്മൾ ഇത് അനുഭവിച്ച ആളുകളാണ്, ആസ്വദിച്ച ആളുകളാണ്. പക്ഷേ നമ്മുടെ മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇന്ന് നമ്മളെല്ലാം മാറ്റിയിരിക്കുന്നു. നമ്മൾ അങ്ങനെ മാറാൻ പാടില്ല. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നല്ലൊരു സംസ്കാരമാണ്, ചീത്ത സംസ്കാരമല്ല. ആ സംസ്കാരത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്നും മുന്നോട്ട് പോകണം. അതാണ് അതിൻ്റേതായ ഭംഗി.